അപ്പളേ നമുക്ക് ഇന്ന് ഒരു പോത്തുംകാല് ലെഗ് പീസ് ഫുള്ള് കറി വെക്കുകയാണ്. വലിയ വലിയ പീസായിട്ട് അതിനുള്ള വെട്ടിയെടുക്കുക. നല്ല പോത്തുകുട്ടനാണേ. ഇത് കണ്ട, അതിന് മേലെയുള്ള ഈ പാടയിനൊക്കെ എടുക്കണം. ഒരു ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാൻ. കണ്ടാ പോത്തുകുട്ടൻ, ഇത് അതിന്റെ കിഡ്നിയാണോ അതോ മണിയാണോ? മണിയാണോ അല്ലേ? കത്തി വേറെ കത്തി എടുക്കണം. വലിയ വലിയ പീസുകളാണ്. എടുത്തോ. അവിടെ ഇട്ടോ. പറ്റാവുന്ന ഇറച്ചിനൊക്കെ മാറ്റി ജോയിന്റ് പീസുകളാണ് വന്നു. ജോയിന്റ് ആണ്, വലിയ വലിയ പീസാണ് ഇപ്രാവശ്യം. മജ്ജ പോകാൻ പാടില്ല, മജ്ജയും കൂട്ടിയിട്ട് അടിക്കണം. എന്താ ഇതിൻ്റെ ഉള്ളിൽ മജ്ജയുണ്ട്. അങ്ങനെ രണ്ടും വെട്ടിയെടുത്തിട്ടുണ്ട്. മജ്ജയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ഉറിഞ്ചി എടുക്കണം. ഇനി വലിയ പീസിനൊക്കെ ഒന്ന് ചെറുതാക്കുക. ഏട്ടാ പിടിക്ക്, കത്തി വെട്ടിക്കോ. ഇത്ര വലുത് വേണ്ട, ഇത്തിരി കമ്മിയാക്കാം. ഈ സൈസാണ് പീസ്. ഈ സൈസിലാണ് കറി വയ്ക്കുന്നത്. വെള്ളം ഒഴിക്കി കഴുകിയെടുക്കാം. നല്ല വൃത്തിയോടെ കഴുകിയെടുക്കണം. ഒഴിച്ചോ ഒഴിച്ചോ. ഇനി ഒന്നുകൂടി കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യമായി, മതി. ഇതോടെ കൂടി ലാസ്റ്റ്. നമ്മൾ ഇന്ന് വലിയ പീസാണ്. അതാ വലിയ വലിയ പീസിലാണ് കളി. ഇതൊന്ന് കട്ട് ചെയ്യണം. കമ്മൂസേ, നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം. ആ, കമ്മൂസ് പറഞ്ഞ പിന്നെ ചെയ്യണം. കത്തുണ്ടല്ലോ അല്ലേ? നമുക്കിതാ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് മെയിൻ. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കില്ല, വെളിച്ചെണ്ണ. ചെറിയ ഉള്ളിയാണ് ഇതിന് മെയിൻ. ചെറിയ ഉള്ളിയാണ് വേണ്ടത്. വലിയ ഉള്ളി ഉണ്ട്, അത് കുറച്ചുള്ളൂ. പക്ഷെ ചെറിയ ഉള്ളി മനേജ് ഇളക്കി വിട്. ഹലോ, മസാല ചേർക്കാണ്. പട്ട, ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. സവാള അത് കുറച്ചുള്ളൂ. കുറച്ച് വതങ്ങിക്കിട്ട ഉപ്പ് കുറച്ചു. പച്ചമുളക് ഒരു 10-20 പച്ചമുളക് ഇട്ടുണ്ട്. അടുത്തത് കേട്ടോ, വേപ്പില, കറിവേപ്പില. അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കീറി വെച്ചതാണ്, അല്ലാതെ അടിച്ചതല്ല, കീറി.
നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? വെള്ള പച്ച. തക്കാളിയാണ്. തക്കാളി നിർബന്ധമില്ല, എന്നാലും നമ്മളെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കമ്മൂസേ, ആദ്യം മഞ്ഞപ്പൊടി അല്ലേ? മഞ്ഞപ്പൊടി, മുളക് പൊടി എടുത്തേ. എത്ര വേണം മുളക് പൊടി? 3. കുറേ വേണോ? കുറേ വേണം. അപ്പൊ ഒരു 3 ഇടാം അല്ലേ? 3 സ്പൂണ്. കമ്മൂസ് പറഞ്ഞാൽ പിന്നെ അതന്നെ ഇടുള്ളൂ. ഇനി എന്താ വേണ്ടത്? കുരുമുളക് പൊടി വേണോ? അത് ഒരു ആവട്ടെ. ഇനിയോ? 3 ഇരിക്കട്ടെ. ഇനി ഏത് വേണം? മല്ലിപ്പൊടി വേണോ? മല്ലിപ്പൊടി. ഓക്കേ, ഞാൻ പറയണല്ല ഇട്ടോട്ടാ. മസാലപ്പൊടിയോ? വേണ്ടേ? മട്ടൻ മസാല വേണോ? ബീഫ് മസാല വേണോ? ബീഫ് മസാലയാണ് കേട്ടോ, അതിടുന്നു കേട്ടോ. മട്ടൻ പാവല്ലേ? മട്ടൻ വേണ്ട അല്ലേ? മട്ടൻ പാവമാണ് കേട്ടാ. ബാക്കിയെല്ലാം കഴിക്കാം. എന്താ നമ്മുടെ ബീഫ് ലെഗ് പീസ് ഒക്കെ വലിയ കഷ്ണമായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഞാനോ മുത്ത് മാറി നിൽക്ക്, ചൂടാവും. മാറി നിൽക്ക്. പുക സുത്തറേ. ഇത് ഉപ്പും കൊണ്ട് ഇട്ടിട്ട്. മനു ഒത്തിരി ഉപ്പ് എടുക്ക. ഉപ്പ് ഇട്ടോ, ഒത്തിരി കൂടി ഇട്ടോ. മനു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്ക്. ഇതിന് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, അല്ലാതെ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തെച്ച് കിടക്കും. നല്ല വലിയ കഷ്ണമല്ലേ, അപ്പൊ ചൂടുവെള്ളം വേണം. മൂടി വെച്ച് വേവിക്കാം. അപ്പൊ നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ച് കുറച്ച് ഒരു 1.5 മണിക്കൂർ വേകട്ടെ. അപ്പോഴേ ഒരു 1.5-2 മണിക്കൂറായി വേകാൻ തുടങ്ങിയിട്ട്. എന്തായി ഒന്നും അറിയില്ല, പക്ഷെ വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ആകട്ടെ പൊറാട്ടയും കൂടി അടിക്കാം. പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത്തിരി ചാറ് വേണം കേട്ടോ പൊറാട്ടയ്ക്ക്. ഇല്ല, സഹിക്കാൻ പറ്റില്ലടാ മണം. ഇനി വലുത് എവിടെ കൊടുവെള കൊണ്ടുവന്നാ തുറന്ന് വെച്ച് വേവിച്ചെടുത്താണ്. ഇതാ വെള്ളമൊക്കെ വറ്റി കണ്ടാ സാധനം. ഇതിൽ മജിയൊക്കെ ഇല്ല, നിനക്ക് തരില്ലട്ടാ, ഞാൻ തന്നെ കഴിക്കാം. കുറുകി വന്നു. ഇനി നമുക്ക് പൊറോട്ടയും കൂടിയിട്ട് അടിക്കേണ്ടതാണേ, അതുകൊണ്ട് ഇത്തിരി ചാറ് വേണം. അധികം ചാറ് വേണ്ട, എന്നാലും ചാറ് വേണം. ബില, നമുക്ക് കറിവേപ്പിലയും മല്ലിത്താഴയും എടുത്തിട്ട് ഇട്. ഇറക്കി വെച്ച ഇത്തിരിയും കൂടി കുറുകും അല്ലേ? അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചാ ഇട്ട് ഫുള്ള് ഇട്ടോ. എപ്പോഴും പറയുന്ന പോലെ ഇന്നൊക്കെ തേഗ് പുടിക്കണത് അവര്, നമ്മള് തേഗില് മതി. ഇറക്കി വെക്കാം. വാ ബില, പിടിച്ചോ, ഇറക്കി വെക്കന്നെ. ഇന്നൊരു തേമ്പ്. കറിയൊക്കെ വെച്ച് റെഡിയാക്കി. പൊറോട്ടയാണ്. ബീഫിന് എന്തായാലും അറിയാലോ പൊറോട്ടയാണ്. പിന്നെ അതും നമ്മുടെ മലയാളികളുടെ അഹങ്കാരമാണ്, പൊറോട്ടയും ബീഫും. അപ്പൊ ബീഫ് ഒന്ന് വിളമ്പ്. ബീഫ് ചെറിയ കഷ്ണമല്ല കേട്ടോ, വലിയ കഷ്ണം. ചാറ് ഒഴുക്കി. ചാറ് ഓ എന്താ മണം, എന്താ സുഖം അല്ലേ? എല്ലാ കറിയൊക്കെ ഇട്ടെടുത്ത കാല് കണ്ട. ബില ഒരു കാലിട് കടിച്ച് വലിക്കാനില്ല, ഇത് കുത്തി തിന്നണം. എന്നാലും അതിന്റെ മജിയൊക്കെ കിട്ടണമെങ്കിൽ കുത്തി തിന്നണം. അപ്പളേ നമുക്ക് ആദ്യം അത് വേണ്ട, നമുക്ക് ഇത് നമുക്ക് മറ്റേ ഇറച്ചിയും കൂട്ടിയിട്ട് കഴിക്കുക ആദ്യം, ബീഫിന്റെ.
ഞമ്മടെ രതീഷ് കുറെ നാളിന് ശേഷം ആദ്യമായിട്ട് വന്നാണ്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് രതീഷ് പറയൂട്ടോ. രതീഷ എങ്ങനെ? ബീഫും പൊറോട്ടയും. അതെ, പാലക്കാട്ടുകാരന്റെ പാലക്കാട്ടുകാരന്റെ ഇല്ല, കേരളക്കാരന്റെ അടിപൊളി സംഭവം. അടിപൊളി. സത്യത്തില് ഇന്ന് നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കാന്നാ വിചാരിച്ചത്. അതിനുള്ള ഇന്ന് ചോറ്റ് വിഷുവല്ലേ, സമയം കിട്ടില്ല. അപ്പൊ പിന്നെ പൊറോട്ട മേടിച്ചതാണ്. പക്ഷെ ഈ സംഭവം വെച്ചു അല്ലേ ബില? ഇത് ഒരു പ്രത്യേക ഇതാണല്ലേ പീസുകളൊക്കെ. എല്ല് മാത്രമല്ല, ഇറച്ചിയും അതിന്റെ ഇനി നമ്മൾ ചെറിയ കളിയില്ല, വെറും വലിയ കളികൾ മാത്രം. ഇതിങ്ങനെ കൊട്ടിയ വരുമോ? കൊട്ടിയ വരും, പക്ഷെ നിൽക്കട്ടോ, ഇങ്ങനെ കുത്തിയ വരുമോന്ന് അറിയില്ല. പക്ഷെ ഞമ്മ ഇങ്ങനെയില്ലേ, ഒരു ടെക്നിക്കാണ് നമ്മുടെ ബില പറഞ്ഞതാണ്. കടാ ഈ ഉള്ളം കയ്യിൽ തട്ടുമ്പോ ഈ സംഭവമില്ലേ, ഇതാണ് മജ. ബില പിന്നെ വന്നില്ലടാ. ഇതാണ് മജ. ഇത് തിന്നാൻ വയനാടൊന്നും പോണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ തിന്നാം, നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അത്രേ ഉള്ളൂ. ബില എടുക്ക, ഇത് കുത്ത്, ഇതും കുത്ത്. ഇതാണ് മജ. എന്റെ പൊന്നു, നിങ്ങൾ ഒന്ന് ഒരു പീസ് എടുക്ക്, നീ എടുക്ക്. ഞാൻ കഴിച്ചു. ഇത് പൊറോട്ടയും കൂട്ടിട്ട് പൊളിച്ചു അടുക്കി അല്ലേ? അടുക്കി വേറൊന്നും പറയാനില്ല. കിണ്ണം കാച്ചി സംസാരിക്കാൻ സമയമില്ല. എന്നപ്പോ നമുക്കിത് കഴിച്ചു തീർക്കായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ എന്താ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പീസാക്കി. ഇത് വേഗം ഒരു 3-4 മണിക്കൂർ എടുത്തു. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ വ്യത്യാസം വന്നത് അല്ലേ? ഇല്ല, സമയമായെങ്കിലും സമയം എടുക്കണം. ഏതും സമയം എടുത്താൽ അടിപൊളിയായിട്ട് വെച്ച് കഴിക്കാൻ പറ്റും. ഇങ്ങനെ കഴിക്കണം. പിന്നെ എല്ലാം അടിപൊളി വന്നിട്ട് ഇത് നമ്മുടെ ഉമ്മച്ചൻ വരാൻ പറ്റിയില്ല അല്ലെ? ഉമ്മച്ചൻ ഭയങ്കര തിരക്കിലായി. ഇല്ല, അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ വെച്ചോളെ. നല്ല സംഭവമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? പിന്നെ ലൈക്ക് എല്ലാം ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ പറയാൻ. ബൈ ബൈ ബൈ.